എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ക്ലാസ്സുമായിട്ടല്ല എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഇനി LP UP ആണ് നമുക്ക് വരാൻ പോകുന്നത്. ഇപ്പൊ കേറ്ററ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ കേറ്ററ്റ് എക്സാം ഒക്കെ എഴുതി. എഴുതിയവരെല്ലാവരും തന്നെ ജയിക്കാനുള്ള മാർക്കോട് കൂടിയാണ് ഇപ്പൊ ഇരിക്കുന്നത്. മീൻസ് അതായത് നമുക്ക് LP UPക്ക് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് LP UP എഴുതുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കേറ്ററ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു, അല്ലെ? എക്സാം കഴിഞ്ഞു, കേറ്ററ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് LP UP ആണ്. അപ്പൊ നമ്മളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് HSA കഴിഞ്ഞതുകൊണ്ട് നമ്മളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് കേറ്ററ്റ് 3 ഓക്കെ HSA കഴിഞ്ഞു. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏത് മേഖലയാണ്? LP UP ആണ്, അല്ലെ? അപ്പൊ നമ്മൾ LP UPയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഏതൊക്കെ ഭാഗങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് എപ്പോഴും സിലബസ് തയ്യാറാക്കുന്നത്, അല്ലേ? അപ്പം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരിക, ഏതൊക്കെ ഭാഗത്തു നിന്ന് എത്ര മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നൊക്കെയുള്ള അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുക, എപ്പോഴും സിലബസ് തയ്യാറാക്കുക. അപ്പം നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് നോക്കിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നും കൂടി നമുക്കൊന്ന് നോക്കിപ്പോകാം. അപ്പം ആദ്യം തന്നെ പറയാണ്, നമ്മുടെ ഈ സെക്ഷൻ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് കാണുക കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക. അപ്പം ആദ്യം തന്നെ കേരള ഹിസ്റ്ററി, കേരള ചരിത്രം ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി LP UPക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നുണ്ട്. ഇനി തുടർന്നും അത് തന്നെ ഫോളോ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക കേട്ടോ. അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ടെലഗ്രാം പേജിൽ നമ്മുടെ എല്ലാ നോട്ട്സും കൃത്യമായിട്ട് വരുന്നുണ്ട്. അതും കൂടി കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാം പേജിലും ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, മെയിൻ ആയിട്ട് നമ്മുടെ കോഴ്സ് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പൊ ശ്രദ്ധിച്ചേ, ആദ്യം കേരള ചരിത്രം, കേരള ഹിസ്റ്ററിയാണ്. നമ്മൾ സോഷ്യൽ സയൻസിന്റെ LP UP നമ്മൾ സോഷ്യൽ സയൻസിന്റെ ആണ് നോക്കുന്നത് കേട്ടോ, ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ നോക്കാം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ ഏതൊക്കെയാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് 10 മാർക്കിനാണ് ചോദ്യം വരുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, ഏതൊക്കെയാണ് കേരള ചരിത്രം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ. നോക്കിയേ, പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയ തച്ചനും, കുറിച്യർ കലാപം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ പ്രധാനമായിട്ട് നോക്കി പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി നോക്കിയാൽ കേരള നവോത്ഥാനം. നവോത്ഥാനം നമുക്കറിയാം, എത്രയോ ആളുകളെ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലേ? അപ്പം അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ആരെയൊക്കെയാണ് പഠിക്കാനുള്ളത്? വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VD ഭട്ടതിരിപ്പാട്, അതുപോലെ തന്നെ കുമാര ഗുരുദേവൻ, VT ഭട്ടതിരിപ്പാട്, കുമാര ഗുരുദേവൻ. അപ്പം ഇവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, വളരെ പ്രധാനമായിട്ട് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇവരെയൊക്കെ പഠിക്കണം കേട്ടോ. ഇനി നോക്കിയേ, വൈക്കം സത്യാഗ്രഹം. സത്യാഗ്രഹങ്ങൾ നമ്മൾ നോക്കണം. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്ര പ്രവേശന വിളംബരം. പ്രധാനമായിട്ടും വർഷങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കി തിരിഞ്ഞ് അതൊരു ഒരു കൺഫ്യൂഷൻ വരാതെ നമുക്ക് തെറ്റാതെ എന്ത് ചെയ്യാനായിട്ട് ഇയർ പഠിച്ച് ഒരു കൃത്യമായിട്ടുള്ള കാലഗണന ക്രമത്തിൽ നമുക്ക് അങ്ങ് കൃത്യമായിട്ട് പഠിച്ചു പോകാം കേട്ടോ. അപ്പം ഇയറൊക്കെ ഞാൻ കൃത്യമായിട്ട് പഠിക്കാനുള്ള ട്രിക്സ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇത് നോക്കിയേ, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. നമ്മൾ ദേശീയ പ്രസ്ഥാനം നോക്കാം. നോക്കിയേ, തിരുവിതാംകൂർ മലയാളി മെമ്മോറിയല്, ഈഴവ മെമ്മോറിയൽ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. മലയാളി മെമ്മോറിയല്, ഈഴവ മെമ്മോറിയല്, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം. ഇതൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? ഇനി നോക്കിയേ, കൊച്ചി ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, അതുപോലെ തന്നെ മലബാർ ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തെ നവോത്ഥാനം കഴിഞ്ഞു, ചരിത്രം. നമ്മൾ ചരിത്രം നോക്കി, അതിനുശേഷം നമ്മൾ കേരള നവോത്ഥാനം. ഇനി രണ്ടാമത്തെ ഇന്ത്യൻ
സ്വാതന്ത്ര്യ സമരമാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ കുറിച്ച് ചോദിക്കാത്ത പരീക്ഷാ പേപ്പറുകൾ വിരളമാണ് അല്ലെ. അപ്പം വളരെ പ്രധാനമായിട്ട് നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് നോക്കുക. അതുപോലെ തന്നെ ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നോക്കിയേ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും, നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും കൂടെ നമ്മൾ നോക്കണം. ഏതൊക്കെയാണ് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളാണ്, അതുപോലെ തന്നെ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണം ഇതൊക്കെ എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മള് സിലബസ് കൂടുതൽ കവർ ചെയ്യുക, സിലബസ് കവർ ചെയ്ത്, അതായത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. ഓരോ ദിവസവും ഓരോ ടോപ്പിക് എടുത്ത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ, നമുക്ക് സമയമുണ്ട്, ധാരാളം സമയമുണ്ട്. ആ സമയം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. ആദ്യം നമ്മൾ എന്താണ്, നമുക്ക് ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, മെയിനായിട്ട് എന്താണ് വേണ്ടത്, സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചു പോവുക കേട്ടോ. ഇനി നോക്കിയേ, ലോക ചരിത്രം, നദീതട സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. നമ്മൾ ഒത്തിരി നദീതട സംസ്കാരങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇന്റേൺഷിപ്പ് ഇൻഡക്ഷൻ സമയത്തൊക്കെ നമ്മൾ ഈ സംസ്കാരങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, നദീതട സംസ്കാരങ്ങളൊക്കെ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ സംസ്കാരങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് നോക്കിക്കേ. ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം കേട്ടോ. ഏതൊക്കെയാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ട്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ട്, മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഉണ്ട്, ചൈനീസ് സിവിലൈസേഷൻ ഉണ്ട്. അപ്പം ഇത്രയും സിവിലൈസേഷൻസ് നമുക്ക് നോക്കണം, പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കി പോകണം. 2 മാർക്കാണേ. ഇനി നോക്കൂ, പാർട്ട് 1 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. പാർട്ട് 1 രണ്ടാമത്തെ ഭാഗം, ഇതിൽ നിന്ന് 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. മറ്റേത് ബേസിക് ആയിട്ടുള്ള, നമുക്ക് പ്രധാനമായിട്ട് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്? 10 മാർക്കിനാണ് ചോദ്യം വരുന്നത്. ഇവിടെ നമുക്ക് ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആണ് വരുന്നത്. എന്താണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നോക്കിയേ, ഭൂമിശാസ്ത്രം, ജോഗ്രഫിയിൽ നമുക്ക് എന്തൊക്കെയാ ചോദിക്കുന്നത് നോക്കിയേ. ഇന്ത്യയുടെ ഭൂപ്രകൃതി നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ കാലാവസ്ഥ, നദികള്, മണ്ണിനങ്ങള്, ഗതാഗത മാർഗങ്ങള്, അന്തരീക്ഷ ഘടന, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ എന്താണ് PSC ചാനൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ്, നമുക്ക് ടീച്ചിങ് ചാനലിൽ ഇത് ഓരോന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇനി പഠിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഓരോന്നിന്റെ ക്ലാസ് കൃത്യമായിട്ട് ഇട്ട് തരാം കേട്ടോ. അപ്പം എന്താണ്, ജോഗ്രഫിയിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി, അതുപോലെ തന്നെ കാലാവസ്ഥ, നമുക്കറിയാം ഏതൊക്കെ തരത്തിലുള്ള കാലാവസ്ഥകൾ ഉണ്ട് എന്നറിയാം. അതുപോലെ തന്നെ നദികള്, മണ്ണിനങ്ങള്, ഗതാഗത മാർഗങ്ങൾ, അതുപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ ഘടന, ഇതൊക്കെ നമുക്ക് നോക്കിപ്പോകും കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടെയാണ്. നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടിയിട്ട് ഇത് പഠിച്ചു പോകാം കേട്ടോ. ഇനി നോക്കിയാൽ ആരും പേടിക്കേണ്ട, സിലബസ് കണ്ട് പേടിക്കേണ്ട. സിലബസ് നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് LP UP നേടാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സിലബസ് ആണല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് വെച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങളെ പഠിക്കാനായിട്ട് കൂടെ ശ്രമിക്കുക. അപ്പൊ ഇന്ന് നോക്കിയാൽ അത് നമ്മൾ ഭൂമിശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് സാമ്പത്തിക ശാസ്ത്രമാണ്. എക്കണോമിക്സിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ബാങ്കുകളെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് റിസർവ് ബാങ്ക്, നമുക്കറിയാം ഒരു എക്സാമിന്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ബാങ്കുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ധാരാളം ചോദിക്കാറുണ്ട് അല്ലേ. അപ്പം റിസർവ് ബാങ്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം പോലും ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ വിരളമാണ്. അപ്പം റിസർവ് ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം, ഇതൊക്കെയാണ് എന്ത്, ഈ സാമ്പത്തിക ശാസ്ത്രം ഇക്കണോമിക്സിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് ഈ ഒരു പോർഷൻ? ജോഗ്രഫിയിൽ നിന്നും ഇക്കണോമിക്സിൽ നിന്നും എന്താണ് പൊളിറ്റിക്സിൽ നിന്നും എത്ര മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കും? 5 മാർക്കിന് ചോദിക്കും. ഇനി നോക്കിയേ, ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, തന്ത്രശാസ്ത്രം എന്താണ് നോക്കാം. ഇന്ത്യൻ ഭരണ, പൊളിറ്റിക്സിൽ എന്തൊക്കെയാണ് പഠിക്കുക? ഇന്ത്യൻ ഭരണഘടന, അതിന്റെ സവിശേഷതകൾ നോക്കിയേ. ആമുഖം, മൗലിക അവകാശങ്ങള്, മൗലിക കർത്തവ്യങ്ങള്, നിർദ്ദേശക തത്വങ്ങള്, ഇന്ത്യയിലെ ഗവൺമെന്റ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടു എന്തൊക്കെയാ? ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ. അടുത്തത് നോക്കിയേ, ഇന്ത്യയിലെ ഗവൺമെന്റ് നോക്കിയേ. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി. ഇത്രയും നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ നല്ല രീതിക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇനി നോക്കിയേ, നമ്മൾ പറഞ്ഞു പൊളിറ്റിക്സിൽ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ, സമൂഹ ശാസ്ത്രം, അവിടെ എന്താണ്? കുടുംബം, സമൂഹീകരണം, ഇതാണ് നമ്മൾ സമൂഹ ശാസ്ത്രത്തില്
നോക്കുന്നത്, നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളത് മാത്രമാണ്? സോഷ്യൽ സയൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഇക്കണോമിക്സ്, ഹിസ്റ്ററി, അതുപോലെ തന്നെ എന്താണ് ജോഗ്രഫി, പൊളിറ്റിക്സ്, ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ നവോത്ഥാന നായകന്മാരെ അറിഞ്ഞിരിക്കണം അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്ക് എപ്പോഴും ഒരു ചോദ്യം അതിൽ നിന്നും ധാരാളം വരാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്താണ് നമുക്ക് ആദ്യകാല സമരങ്ങൾ, നമ്മുടെ സത്യാഗ്രഹങ്ങൾ, ഇതൊക്കെ എന്താണ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇനി അതിന് ഇപ്പം നമ്മൾ പറഞ്ഞത്, അതായത് ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, പിന്നെ ജോഗ്രഫി. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയറും റെലവെന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയറും കൂടെ നമ്മൾ നോക്കിപ്പോണം. അപ്പം ഇത് ഇത്രയുമാണ് എന്ത് സോഷ്യൽ സയൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താ നമുക്ക് LP-UPക്ക് വരുന്ന ഭാഗങ്ങൾ, ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കണം. അതിനൊപ്പം തന്നെ നമ്മൾ വേറെ കുറച്ച് ഡീപ്പായിട്ടും കൂടെ ഇതിനെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, നമുക്ക് LP-UP ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം സിലബസ് കാണുമ്പോൾ അറിയാം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസേ ഉള്ളൂ. പേടിക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഓൾറെഡി കേറ്റിട്ട് എഴുതി, കേറ്റിട്ട് കിട്ടിയിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. റിസൾട്ട് വന്നില്ലെങ്കിൽ പോലും നമുക്കറിയാം അല്ലേ, നമുക്ക് അറിയാം നമ്മൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട, കേറ്റിട്ട് ഉറപ്പായിട്ടും എല്ലാവർക്കും കിട്ടും. അപ്പം ഇനിയുള്ളത് കടമ്പ LP-UP ആണ്. നമുക്ക് LP-UPക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിശ്രമിക്കാം. ആ പരിശ്രമം എന്ത് ചെയ്യാം, വിജയത്തിലേക്കുള്ള പരിശ്രമം തന്നെയാണ്. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, കാരണം ഇതൊരു ക്ലാസ് അല്ല, ഇത് ജസ്റ്റ് ഒരു സിലബസ്. നമ്മൾ പ്രധാനമായിട്ടും ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയുള്ള ജസ്റ്റ് ഒരു ക്ലാസ് ആണ്. അപ്പം ഇനിയും തുടർന്ന് നിങ്ങൾക്ക് വരുന്ന എന്തായിരിക്കും, ഓരോ സിലബസിനെ അനുസരിച്ചുള്ള കൃത്യമായുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസ്സുകളായിരിക്കും ഇനി വരുന്നത്. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ നോട്ട്സുകൾ കൃത്യമായിട്ട് ടെലഗ്രാം പേജിൽ വരാറുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പം നമുക്ക് സമയമില്ല, നോട്ട്സ് എഴുതാനായിട്ടുള്ള സമയമില്ല, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കേൾക്കാനുള്ള സമയമുള്ള വർക്കിംഗ് വുമൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കാം ക്ലാസ് കൂടുതൽ കേൾക്കുക. അപ്പം അവർക്ക് വർക്ക് ചെയ്യുന്നതിനിടയ്ക്കായിരിക്കാം നമ്മൾ ക്ലാസ് പറയുന്നത്. അപ്പോൾ അവർ കേൾക്കാനായിരിക്കും ശ്രമിക്കുക. അപ്പം നമുക്ക് എഴുതാൻ സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് നോട്ട്സ് എഴുതുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടെലഗ്രാം പേജിൽ നമുക്ക് നോട്ട്സ് അവൈലബിൾ, ഡൗൺലോഡ് ചെയ്തിട്ടാൽ മതിയല്ലോ, നമുക്ക് സമയമുള്ളപ്പോൾ നമുക്ക് എഴുതാം. അപ്പം നമ്മുടെ ടെലഗ്രാം പേജിൽ നോട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ടിപ്സും ട്രിക്സും ഒക്കെ തന്നുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ധാരാളം വീഡിയോസും വരാറുണ്ട്. അതും കേട്ടിരുന്നാൽ തന്നെ നമുക്ക് പകുതി നോളജ് കിട്ടും കേട്ടോ. അപ്പം ഇത്തരം ക്ലാസ്സുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക്